ഞങ്ങളിപ്പം വൈൽഡ് ബോർ എന്ന് പറയുന്ന ഷാലു വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് വന്നേക്കുവാണ്. ഇത് ആക്ച്വലി ഒരു ലേക്ക് ട്രസ്റ്റ് ബിർമിംഗാമിൽ നിന്ന് ആക്ച്വലി വളരെ കുറച്ച് ഔട്ടർ ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു 2 ഹവേഴ്സോളം ജേർണി ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടാണ് നൈറ്റ് സ്റ്റേ ചെയ്തത്. വളരെ നല്ലൊരു ഒതൻറ്റിക് സ്റ്റൈലിലുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പം നൈറ്റ് ഞങ്ങൾ ലേറ്റ് നൈറ്റ് ഓൾമോസ്റ്റ് ഒരു 12 മണി കഴിഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേന്. അപ്പം ഞങ്ങളവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഓൾഡ് ട്രഡീഷണലുള്ളൊരു ഹോട്ടലുകളാണ്. പക്ഷേ നമ്മുടെ ആ ഒരു സ്ട്രക്ചറും പഴയ മോഡലൊക്കെയാണ് അവരിപ്പോഴും കീപ്പപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫെസിലിറ്റീസ് എല്ലാം ഒരു 5 സ്റ്റാർ ഇന്നിൻ്റെയാണ്. അത് ആക്ച്വലി ഒരു 5 സ്റ്റാർ ഇൻ സെറ്റപ്പാണ്. ഞങ്ങൾ കുറച്ച് പാടുപെട്ടു, കാരണം ചെറിയ ഡോറും കാര്യങ്ങളൊക്കെ. ഞങ്ങളെ റൂമിൽ കൊണ്ടാക്കി. ഞങ്ങൾ ജസ്റ്റ് വന്നു, കാരണം ഓൾറെഡി ഒരു ഫുൾ ഡേ ജേണി ആയതുകൊണ്ട് ഷാലുവും ടയേർഡായിരുന്നു, ഞങ്ങളും ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ സത്യം പറഞ്ഞാൽ ഒന്ന് ഫ്രഷപ്പായി കിടന്നുറങ്ങി. പിന്നെ രാവിലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും ഞങ്ങൾ പുറത്ത് പോയത്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു അടിപൊളി റൂമായിരുന്നു. റൂമിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇതിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ മോർണിംഗ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നു. വെളിയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. അപ്പം പക്ക ഒരു ട്രഡീഷണൽ ഹോട്ടലാണ്. ഹോട്ടൽ നല്ല ഇന്നെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ബാറുണ്ട്, അതുപോലെ ഒരു ചെറിയ ലോഞ്ചുണ്ട്, അതുപോലെ ഫുൾ ഒരു പക്ക ഒരു ട്രഡീഷണൽ ഫയർ സിസ്റ്റം, പിന്നെ അതുപോലെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഞങ്ങൾ വന്നു. നേരെ നമുക്ക് ഒന്നുണ്ടെങ്കിൽ ഒരു ബുഫേ സെറ്റപ്പ് ഉണ്ട്, അതുകൂടാതെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ആലക്കാട് മെനു ഉണ്ട്. അപ്പം ഞങ്ങൾ മഷ്റൂമിൻ്റെ 2 ഡിഷസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഡിഷസിൻ്റെ ഫോട്ടോസ് ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ബ്രെഡ് ആയാലും പക്ഷേ പക്ക അവിടെ തന്നെ മേക്ക് ചെയ്യുന്ന ബ്രെഡും, പിന്നെ അതുപോലെ പലതരത്തിലുള്ള ഫ്രൂട്ട് കട്ട്സ്, അതുപോലെ ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഫ്യൂഷൻ, എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ഞങ്ങൾക്ക് മഷ്റൂമിൻ്റെ ഡിഷ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ രണ്ടുപേരും, ഞാൻ പക്ക ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും അവൾ വേറൊരു മെനു ആണ് ഓർഡർ ചെയ്തത്. കുഞ്ഞിന് കുറച്ച് പോറിജും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് ജ്യൂസസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടേതായ ഓപ്ഷനിലുള്ള എല്ലാ ഫുഡും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു UK റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇംഗ്ലീഷ് സ്റ്റൈൽ ഓഫ് ഫുഡ് ഐറ്റംസ് ആണ്. ഫ്രൂട്ട് കട്ട്സ്, നട്ട്സ്, അതുപോലെ സീരിയൽസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതൊക്കെ പക്ക ഒരു കുറച്ച് ഉള്ള ഏരിയയിലേക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കാർ പാർക്കിംഗ് ഏരിയ. ഈ വൈൽഡ് ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു മീറ്റ് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. കാരണം ഇവിടത്തേക്കുള്ള മീറ്റെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ആ ബോറിൻ്റെ മീറ്റും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന അവിടെയാണ്. അതായത് പക്ക ഒരു സ്മോക്കിംഗ് ഏരിയ. അതായത് സ്മോക്കിംഗ് ഏരിയ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു ബോയിലറുണ്ട്. ഇതൊരു ബോയിലറാണ്. അതിനകത്ത് ഈ മീറ്റ് ഡ്രൈ ചെയ്യുന്നൊരു യൂണിറ്റാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു സത്യം പറഞ്ഞൊരു പ്രത്യേക കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരു വിശാലമായ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പം ഗാർഡനൊക്കെ ഞങ്ങൾ ചുറ്റി കണ്ടു രാവിലെ. കാരണം ഞങ്ങൾ നൈറ്റാണ് വന്നത്. അപ്പം മോർണിംഗ് ജസ്റ്റ് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പുറത്തിറങ്ങി ജസ്റ്റ് ഇതൊക്കെ കണ്ടു. ഇതിൻ്റെ കോർണറിലടിച്ച് 2 ഹട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി കണ്ടു. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തിരിച്ച് വിൽസൻ്റെ വീട്ടിലോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേന് നമ്മൾ കുറച്ചുകൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. കാരണം അത്രയ്ക്ക് ഫെസിലിറ്റീസ് ഉള്ളൊരു ഇന്നായിരുന്നു. പിന്നെ ഇവിടെ കുറേ അധികം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു സ്പേസാണ്. കാരണം ഇതിൻ്റെ ഹിൽ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ ക്യാമ്പിങ്ങും അതുപോലെ ട്രെക്കിങ്ങും അതുപോലെ പല പല ആക്ടിവിറ്റീസ് ഉള്ളൊരു ഇന്ന് കൂടിയാണ്. കാരണം ഈ മാപ്പിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നേരെ മേളിലോട്ടൊക്കെ പോകും. അവിടെ എന്തൊരു ഹട്ട് പോലൊരു സംഭവം ഞാൻ കണ്ടു. അതിൻ്റെ ബാക്കിൽ
അത് 2 റൂംസാണ് അവിടെ. റൂംസ് നമ്മുടെ ഒരു ഷെഫ് താമസിക്കുന്നുണ്ട് അതിനകത്ത്. ഇപ്പോഴോ? ആ ഓ അതിന് വെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് മേളിൽ പോകും. ഇത് നമ്മുടെ സ്റ്റേജിലൊക്കെ വരും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. നമുക്ക് അതിൻ്റെ ഓപ്പൺ വ്യൂ കാരണം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കിങ് സൈസ് ബെഡ് വിത്ത് ഓൾ ലൈക്ക് ഒരു ലക്ഷറീസ് ആയിട്ടുള്ള അതേപോലെ ഒതൻറ്റിക് ആയിട്ടുള്ളതും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള. കാരണം വലിയൊരു നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തേനും ഒരു പഴയൊരു ട്രഡീഷണൽ സെറ്റപ്പ് ആണെങ്കിൽ പോലും റൂമിലേക്ക് കയറുമ്പം നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടി വി ഉണ്ട്, ഒരു കൗച്ച് ഉണ്ടായിരുന്നു, പിന്നെ വലിയ കിങ് സൈസ് ബെഡ്. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ലാമ്പ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഗൂസിൻ്റെ സ്റ്റൈല്. സൈഡിലാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ബോർസിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേബി ക്രിബ് ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഹീറ്റിങ്ങും അതുപോലെ ടീ കോഫി, പിന്നെ അതിൻ്റെ നമുക്ക് ടീ കോഫി സാഷേ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ബോട്ടിൽ വെള്ളം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് ഏണിംഗ് ബോർഡും അതുപോലുള്ള ബാക്കി ചില ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെന്ന്. പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ. അങ്ങനെ കുഞ്ഞു ബേബി അവിടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. അത് വൈൽഡ് ബോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിൽ ഇന്നിനകത്ത് മൊത്തം എല്ലായിടത്തും നമുക്ക് ഈ വൈൽഡ് ബോറിൻ്റെ ഫോട്ടോസ് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വ്യൂ ആണ്. കാരണം നമുക്ക് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയറും നല്ല ഫ്രഷ് എയർ നമുക്ക് റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതലൊരു ചില ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡായിട്ട് തോന്നുമെങ്കിലും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇവിടെ ഒരു ഫോണുണ്ട്. അതിപ്പോഴും വർക്കിംഗ് ആണ്, പക്ക ട്രഡീഷണൽ ഫോൺ. പിന്നെ ടോയ്ലറ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു റെസ്റ്റ് റൂമായിരുന്നു. കാരണം അതിനകത്ത് എല്ലാ തരത്തിലുള്ള ഷാമ്പൂ, കണ്ടീഷണർ എല്ലാം അവരുടെ തന്നെ പ്രോഡക്റ്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോ. കാരണം ഇതൊരു പക്ക ട്രഡീഷണലാണ്. ഇതിൻ്റെ ഹിസ്റ്ററി പറയാനാണ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.